ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അഗെയിൻ. അപ്പോൾ ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലെങ്ത് കൂടുതൽ വന്നിട്ടാണ് ഞാനിത് 2 പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ആ ഒരു വാട്ടർ പാക്കറ്റ് സോങ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പാട്ടിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ആദ്യത്തെ ആ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണാം, എന്നിട്ട് ഇത് കാണാൻ വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു വാട്ടർ പാക്കറ്റ് സോങ്, ലിറിക്കൽ സോങ് നമുക്കൊന്ന് കണ്ടുനോക്കാം. நீ இருக்கிறிய ஓல கொட்டாயா, சும்மா நடக்கிறிய தவள கட்டாயா. நீ இருக்கிறிய ஓல கொட்டாயா, சும்மா நடக்கிறிய தவள கட்டாயா. மஜாவாய் நிக்கிறிய பஞ்சு மிட்டாயா, ஆமா பஞ்சு மிட்டாயா, ஐயோ பஞ்சு மிட்டாயா. மஜாவாய் நிக்கிறிய பஞ்சு மிட்டாயா, ஆமா பஞ்சு மிட்டாயா, ஐயோ பஞ்சு மிட்டாயா. சோஜாவா படுத்துக்குவேன் ஓமடியில சாஞ்சு, சும்மா வாட்டமா இருக்கிறிய வாட்டர் பாக்கெட் மூஞ்சி. காஞ்ச மிளகா போல நான் இருக்கிறேன்னு காஞ்சி, என் மனசு ஒசுப்புறிய நீ மீன போல ஆஞ்சி, நீ மீன போல ஆஞ்சி, நீ மீன போல ஆஞ்சி, நீ மீன போல ஆஞ்சி, நீ மீன போல ஆஞ்சி. உன்னை பார்த்ததும் எனக்கு ஏறுது கிக்கு, உன்னை பார்த்ததும் எனக்கு ஏறுது கிக்கு. நீ தாண்டி மாமனுக்கு ஏத்த தக்காளி தொக்கு. உன்னை பார்த்ததும் எனக்கு ஏறுது கிக்கு, நான் தானே மாமனுக்கு ஏத்த தக்காளி தொக்கு. சீனு போடவா நானும் சீலர போல, ஏ பல்ல பல்லன்னு ஜொலிக்கிறிய வார்னிச போல. ஏ சீன போடவா நானும் சீலர போல, ஏ பல்ல பல்லன்னு ஜொலிக்கிறிய வார்னிச போல. ஐயோ வார்னிச போல, ஏ வார்னிச போல. கியா போலே அம்மா போலே உன்னை தூக்கின்னு ஜாவ போலே, செல்ல குட்டி வடி வடி வாச்சா மேல. ஐயோ காவாலே கிதர்வாலே தாகோ எடுத்த பாடி பிளே தமுக்கமா படுத்துக்கோ மைமா மேலே. உன் வாயில போட்டு மெல்லும் பீடா ஜருதாமா, ஐயோ ஹிந்தியில சொன்னா நான் பியாரு கருத்தாமா. உன் வாயில போட்டு மெல்லும் பீடா ஜருதாமா, ஐயோ ஹிந்தியில சொன்னா நான் பியாரு கருத்தாமா, உன்னை பியாரு கருத்தாமா. நீ இருக்கிறிய ஓல கொட்டாயா, சும்மா நடக்கிறிய தவள கொட்டாயா. வாச்சால என்னோடைய மனச தொட்டாயா, அல்லே கால்வா போல சாப்பிட்டு போயா. மஜாவாய் நிக்கிறிய பஞ்சு மிட்டாயா, ஆமா பஞ்சு மிட்டாயா, ஐயோ பஞ்சு மிட்டாயா. சோஜாவா படுத்துக்குவேன் ஓமடியில சாஞ்சு, சும்மா வாட்டமா இருக்கிறிய வாட்டர் பாக்கெட் மூஞ்சி. காஞ்ச மிளகா போல நான் இருக்கிறேன்னு காஞ்சு, என் மனசு உசுப்புறிய நீ மீன போல ஆஞ்சு. അടിപൊളി സോങ്ങാണ്. നമുക്ക് ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സോങ് തന്നെയാണ്. ഒരു സോങ്ങാണ്, വളരെ ക്യൂട്ടായിട്ടുള്ള ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു സോങ്ങാണ്. ശരിക്കും നമ്മൾ തിയേറ്ററിൽ ഈ ഒരു വീഡിയോ സോങ് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നീട് ഈ ഒരു വീഡിയോ സോങ് കാണണം തന്നെയായിരുന്നു ആഗ്രഹം കാണാനായിട്ട്. പക്ഷെ അതിൻ്റെ വീഡിയോ സോങ് ഇപ്പോൾ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഈ ലിറിക്കൽ വീഡിയോനെ ഒന്നുകൂടി കാണുന്നത്.
ആ ഒരു സീനിൽ അല്ലെങ്കിൽ ആ ഒരു പാട്ടിൽ അവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി ആണെങ്കിലും അതിൻ്റെ ആ ഒരു ഡാൻസിന്റെ സ്റ്റെപ്പ് ആണെങ്കിലും ഒപ്പം ആ ഒരു ലിറിക്ക് അല്ലെങ്കിൽ അതിന്റെ ട്യൂണൊക്കെ അടിപൊളിയാണ്. നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു പാട്ട്. പിന്നെ എടുത്തു പറയാൻ തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലെ ഡാൻസ്, ഒരു വീഡിയോ സോങ്ങിൽ ഇതിന്റെ ഡാൻസ് ഒക്കെ അടിപൊളിയാണ്. വളരെ സിമ്പിൾ ആണ്, ബാബ മാസ്റ്റർ ആണ് ഇതിന്റെ ഡാൻസ് ചെയ്തേക്കുന്നത്, പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. ഒപ്പം നമ്മുടെ ധനുഷ് സാറിന്റെ ഡയറക്ഷനും എല്ലാം അടിപൊളിയാണ്. പിന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെ, ഇത് ലിറിക്ക് എഴുതിയേക്കണത് ഗാനാകാദർ തന്നെയാണ്. അപ്പൊ ഒന്നുകൂടി ഞാൻ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം 10ാമത്തെ വയസ്സ് മുതലാണ് ഈ ഒരു പാട്ടിനോട് ഇഷ്ടം തുടങ്ങിയ ആളാണ്. അപ്പൊ പെയിന്റ് പണിയായിരുന്നു. അങ്ങനെ 30 പേരിലെ ഓഡീഷനിൽ നിന്നാണ് അദ്ദേഹം സെലക്ട് ആയിട്ട് ഈ ഒരു പാട്ടിലേക്ക് എത്തിയത്. അപ്പൊ ഈ ഒരു പാട്ടിലെ വരികൾ ലാസ്റ്റൊക്കെ വരുമ്പോൾ അതിൽ ഹിന്ദി വരുന്നുണ്ട്. അപ്പൊ അതില് നമ്മുടെ നേരത്തെ കണ്ട ഒരു വീഡിയോയില് നമ്മുടെ ധനുഷ് സാർ പറയുന്ന പോലെ തന്നെ ഹ്യൂമർ പറയുന്നുണ്ട്. ശരിക്കും ലാസ്റ്റൊക്കെ വരുമ്പോൾ ഹ്യൂമർ വരുന്നുണ്ട് ലിറിക്സിൽ. നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ കാണുമ്പോൾ ആ ലൈനൊന്നും നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കില്ല. പിന്നെയും കാണുമ്പോൾ നമുക്കത് മനസ്സിലാകും ഇതിൽ വാക്കുകൾ ഇങ്ങനത്തെയൊക്കെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ പറയാനുണ്ടെന്നുള്ളത്. പാട്ട് അടിപൊളി പാട്ടാണ്. ഇതിപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള പാട്ട് തന്നെയാണെന്നാണ് എനിക്കിപ്പോ മനസ്സിലായിരിക്കുന്നത്. കാരണം എല്ലായിടത്തും ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണെങ്കിലും റീല് നോക്കിയാലൊക്കെ ഇപ്പൊ ഈ ഒരു പഞ്ചുമിഠായി വാട്ടർ പാക്കറ്റ് ഒക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമന്റിലൊന്ന് പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് AR Media.